നമസ്കാരം. നമസ്തേ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ആകാശ് മിസൈൽ പ്രതിരോധം ഒരുപാട് രാജ്യങ്ങൾ ഇപ്പം മുമ്പോട്ട് വരുന്നുണ്ട് ഇക്കാര്യത്തിനുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മുൻ DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് അദ്ദേഹം തന്നെ ഈയിടെ പറഞ്ഞു, പല രാജ്യങ്ങൾ പ്രത്യേകിച്ച് കസാഖിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അർമേനിയ പോലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഓൾറെഡി ആകാശ് മിസൈൽ സിസ്റ്റം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ഈ ആകാശ് മിസൈൽ സിസ്റ്റത്തെ ഇത്രയേറെ നല്ലതായി കാണുന്നത്? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു പ്രൈസ് മറ്റ് സാധനങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ വില കുറഞ്ഞത് കൊണ്ടാണോ, അതല്ല മറ്റെന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു ഇതിലോട്ട് വരുന്നത്? ഇത് ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിൻ്റെ, പ്രതിരോധ സേനയുടെ ഒരു വിജയം കൂടിയല്ലേ? ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത മിസൈൽ പ്രതിരോധ കവചം അല്ലെങ്കിൽ ആന്റി മിസൈൽ സിസ്റ്റം എന്നൊക്കെ നമുക്ക് പറയാം ആണ് ആകാശ്. ആകാശ് സിസ്റ്റത്തിന് 3 വേരിയൻസ് ഉണ്ട്. അതായത് ആകാശ് IS, ആകാശ് പ്രൈം, പിന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള പുതിയ അപ്ഗ്രഡേഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ആകാശ് NG, ആകാശ് ന്യൂ ജനറേഷൻ. അങ്ങനെ 3 വേരിയൻസ് ഉണ്ട്. ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഇപ്പോ വളരെ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുൻ DRDO ചെയർമാനായിരുന്ന സമീർ വി കമത്ത് തുർക്ക്മെനിസ്ഥാനും താജിക്കിസ്ഥാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്, അവര് ഇത് വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന വന്നത്. അത് സത്യത്തിലൊരു അത്ഭുതമാണ്. അർമീനിയ ഇന്ത്യയിൽ നിന്നും ഈ ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ തുർക്ക്മെനിസ്ഥാനും തജിക്കിസ്ഥാനും വാങ്ങിച്ചു എന്നുള്ളത് ഇതുവരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ആ വിവരം പുറത്തു വിട്ടിരുന്നില്ല. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത്തരം കുറച്ച് കാര്യങ്ങൾ, ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങിച്ചിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ച് ഉള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് യുക്രൈന് പിന്നെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള റഡാറുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വാർത്ത സമീർ വി കാമത്ത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ഇപ്പോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാല്, ഇപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, ഈ ആകാശ് മിസൈൽ സിസ്റ്റം ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളാണ് നിരവധി. അത് അർമീനിയ, തുർക്ക്മെനിസ്ഥാൻ, താജിക്കിസ്ഥാൻ എല്ലാം തന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളാണ്. ഇവരൊക്കെ തന്നെ മുൻപ് സോവിയറ്റ് യൂണിയന്റെയും പിന്നീട് റഷ്യയുടെയും കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചിരുന്നതുമാണ്. അപ്പോ അവരെന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കൈവശം ഉള്ള ആയുധങ്ങൾ വാങ്ങിക്കുന്നത് എന്നൊരു ചോദ്യം. ഇവിടെ അതിനൊരു കൃത്യമായ ഉത്തരം ഞാൻ പറയാം. അതായത് റഷ്യക്ക് ഈ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യക്ക് സ്വന്തം യുദ്ധാവശ്യത്തിന് പോലുമുള്ള ആയുധ നിർമ്മാണത്തിനുള്ള ഒരു സാവകാശം കിട്ടുന്നില്ല. ഒന്നാമത്തേത്, അവരുടെ സപ്ലൈ ചെയിനുകൾ പലതും കൃത്യമായ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ നേർക്ക് വന്നത്, അവിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ ആയുധങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് അതൊരു വലിയ നേട്ടമായിട്ടാണ് ഇപ്പോ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മുടെ S-400 ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനത്തോടും അതുപോലെ തന്നെ ബറാക്ക് 8 മധ്യദൂര മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ഒപ്പം ഒരു തട്ടുകളായിട്ടുള്ള മിസൈൽ പ്രതിരോധം സൃഷ്ടിക്കുന്നതിൽ 100% വിജയിച്ചു എന്നുള്ള ഒരു വസ്തുതയാണ് ആകാശിനെ പലർക്കും പ്രിയമുള്ളതാക്കി തീർക്കുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇപ്പൊ പല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അതിന്റെ കഴിവ് അത് അവകാശവാദമാണ്. ആ അവകാശവാദം തെളിയിക്കപ്പെടണം. പക്ഷെ ഇവിടെ ഇതാ തെളിയിക്കപ്പെട്ട അവകാശവാദമല്ല, തെളിയിക്കപ്പെട്ട വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം വിൽപ്പനയ്ക്ക് അത് മിതമായ വിലയാണ്. ഇപ്പോ പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നത് സമാനമായിട്ടുള്ള അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് പാട്രിയോട്ട് സിസ്റ്റം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 30% തൊട്ട് 50% വരെ ചെലവ് കുറവാണ് ആകാശ് ഉപയോഗിച്ചാൽ, ആകാശിന്റെ ഏറ്റവും പുതിയ വെർഷൻ ഉപയോഗിച്ചാൽ. അതായത് ആകാശ് ന്യൂ ജനറേഷൻ ഉപയോഗിച്ചാൽ. ആകാശിന്റെ പഴയ വെർഷൻസിനൊക്കെ അതിനേക്കാൾ വിലക്കുറവാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു വിലക്കുറവും ഇതിന്റെ ഒരു ഘടകമാണ്. ഒന്ന്, റഷ്യയുടെ ഒരു
പ്രതിരോധ വ്യവസായത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു തിരിച്ചടി. രണ്ടാമത്തേത് ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തെളിയിക്കപ്പെട്ട അവകാശവാദങ്ങള്. പിന്നെ മറ്റൊന്ന്, ഇന്ത്യ തദ്ദേശീയമായിട്ട് ഈ മേഖലയിൽ പണം മുടക്കിയിരിക്കുന്ന ഗവേഷണ വികസനത്തിന്റെ പണം മുടക്കിയിരിക്കുകയും അതിന്റെ ഫലങ്ങൾ ഇപ്പൊ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. നാളുകളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളെ കുറിച്ചുകൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഇന്ത്യ യഥാർത്ഥത്തിൽ പണ്ട് ആദ്യഘട്ടത്തിലൊക്കെ ആകാശമൊക്കെ വരുന്നതിന് മുമ്പ് ഇന്ത്യ ഉപയോഗിച്ചിരുന്നത് കമാൻഡ് ആൻഡ് ഗൈഡൻസ് കാറ്റഗറിപ്പെടുന്ന റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. അത് ഹ്രസ്വദൂര മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹ്രസ്വദൂര മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഒരു 30-40 കിലോമീറ്റർ അകലെ വെച്ച് ശത്രുവിന്റെ ഹെലികോപ്റ്ററുകളെ, അതുപോലെ വിമാനത്തെ, അതിനെയൊക്കെ തകർക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതായിരുന്നു തുടക്കത്തിൽ ആ ഒരു സംവിധാനം. അതിനുശേഷം നമ്മൾ ആകാശ് 1S ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കമാൻഡ് ആൻഡ് ഗൈഡൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരു റഡാർ സ്റ്റേഷൻ ഉണ്ടാകും. ഈ റഡാറാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആന്റി മിസൈലും ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എപ്പോഴും ഇന്റർസെപ്റ്ററുകൾ മിസൈലുകളാണ്. അതായത് ശത്രുവിന്റെ മിസൈലുകളെ തകർക്കുന്ന, ഭൂമിയിൽ നിന്ന് അയക്കുന്ന, ഇന്റർസെപ്റ്റ് ചെയ്യുന്ന മിസൈലുകൾ. പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രധാന ഘടകം കൃത്യമായിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന റഡാറുകളാണ്. ആ റഡാറുകൾ വികസിപ്പിച്ചെടുത്തത്, ആ റഡാറുകൾ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം ഈ ഇന്റർസെപ്റ്റർ മിസൈലുകൾ പ്രവർത്തിക്കുന്നു. അതായിരുന്നു ആദ്യത്തേത്. അതാണ് കമാൻഡ് ആൻഡ് ഗൈഡൻസ്. പക്ഷെ അതിന് ചില പരിമിതികളുണ്ട്. ഉദാഹരണത്തിന് സമയം കുറച്ചുകൂടി എടുക്കും. കാരണം ഗ്രൗണ്ടിലെ ഒരു സ്റ്റേഷൻ ഈ നമ്മുടെ നേർക്ക് വരുന്ന മിസൈലിനെ ട്രാക്ക് ചെയ്യുകയും ആദ്യം തന്നെ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു, ട്രാക്ക് ചെയ്യുന്നു, പിന്നീട് എൻഗേജ് ചെയ്യും. ആ 3 തട്ടുകളായിട്ട് ചെയ്യുന്ന പ്രവൃത്തിക്കിടയിൽ സെക്കൻഡുകൾ കൂടുതൽ നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ അങ്ങനല്ല. നമ്മൾ ആദ്യമായിട്ട് ആകാശ് 1S നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ ഇന്റർസെപ്റ്റർ മിസൈലുകളിൽ തന്നെ സെൻസറുകൾ, റഡാർ എന്ന് പറഞ്ഞാൽ ഒരുതരം സെൻസറാണ്. അപ്പൊ റഡാറുകൾ എന്ന് പറയുന്ന ചെറിയ റഡാറുകളായ സെൻസറുകൾ ആ മിസൈലിൽ തന്നെ റേഡിയോ ഫ്രീക്വൻസി സീക്കറുകൾ എന്ന് പറയും. അപ്പം ശത്രുവിന്റെ മിസൈലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന അതിലേക്ക് റേഡിയോ തരംഗങ്ങൾ അയച്ച് തിരിച്ചു വരുന്ന, റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഈ തരംഗങ്ങൾ ഉപയോഗിച്ച് ശത്രു മിസൈലുകളുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് കണ്ടെത്തും. അപ്പൊ ഇത് ഒരുമാതിരി ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ, അതായത് ഈ ശത്രുവിന്റെ മിസൈൽ വരുന്ന സൂചന ഗ്രൗണ്ടിൽ നിന്നുള്ള റഡാർ കിട്ടിയാൽ അതൊരു കൃത്യതയൊന്നും വേണമെന്നില്ല. ആ സൂചന കിട്ടുമ്പോൾ തന്നെ ഈ മിസൈൽ പിന്നീട് ഫയർ ചെയ്യുകയാണ് ആ ലക്ഷ്യത്തിലേക്ക്. അപ്പൊ അതിന്റെ കൃത്യതയോടുള്ള കോർഡിനേറ്റ്സ്, അതായത് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അല്ലെ ലൊക്കേഷൻ, ഹൈറ്റ്, ഈ സ്പീഡ്, ഇതൊക്കെ തന്നെ ഈ സീക്കറുകൾ, ഇന്റർസെപ്റ്റർ മിസൈലുകളിലുള്ള സീക്കറുകൾ കൃത്യമായിട്ട് കണ്ടെത്തും. ആ സീക്കറുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയിലിരിക്കുന്ന കൺട്രോൾ സ്റ്റേഷന്, കമാൻഡ് ആൻഡ് ഗൈഡൻസ് സിസ്റ്റത്തിന് ഒരു പ്രസക്തിയില്ല. അപ്പൊ അതാണ് ഇതിന്റെ മെച്ചം. അത് കാരണം വളരെ ഒരു ക്വിക്ക് റിയാക്ഷൻ. ആ ക്വിക്ക് റിയാക്ഷനിൽ ഈ ആകാശ് IS തന്നെ പിന്നീട് ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തി. ആകാശ് പ്രൈം എന്ന് പറഞ്ഞു. അതായത് വളരെ തണുപ്പുള്ള അന്തരീക്ഷങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ പർവ്വതങ്ങളുടെ മുകളിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ. അതായത് ഈ സ്ഥലത്തൊക്കെ ഓക്സിജന്റെ കണ്ടന്റ് കുറവായിരിക്കും, അന്തരീക്ഷത്തില് നേർമയേറിയ അന്തരീക്ഷമായിരിക്കും. അപ്പൊ അവിടെയും ഈ മിസൈൽ ഇഫക്റ്റീവ് ആകണം. അപ്പൊ അങ്ങനെ ഒരു മാറ്റങ്ങൾ അതിൽ വരുത്തി ആകാശ് പ്രൈം എന്ന ഒരു പുതിയ അപ്ഗ്രേഡഡ് മിസൈൽ നമ്മൾ ഉണ്ടാക്കി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആകാശ് ന്യൂ ജനറേഷൻ. ആകാശ് ന്യൂ ജനറേഷന്റെ പ്രത്യേകത അതിന്റെ ഭാരം നല്ല രീതിയിൽ കുറഞ്ഞു, ഏതാണ്ട് പകുതി ഭാരമാക്കി. പഴയ ആകാശ് മിസൈലിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർസെപ്റ്ററുകളുടെ ഭാരം ഏതാണ്ട് 700 കിലോയ്ക്ക് മുകളിലാണ്. ഇപ്പൊ അത് 360-380 കിലോ ആയിട്ട് കുറച്ചു. അപ്പം കൂടുതൽ മിസൈലുകൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് കുറച്ചുകൂടി ഇഫക്റ്റീവാണ്. പക്ഷെ അതിന്റെ പ്രഹരശേഷി ഒട്ടും കുറഞ്ഞിട്ടില്ല. മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റാംജെറ്റ് എഞ്ചിനായിരുന്നു. അത് മാറ്റിയിട്ട് ഡുവൽ പൾസ് റോക്കറ്റ് എഞ്ചിൻ കൊണ്ടുവന്നു. അതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ്. അതിനേക്കാളൊക്കെ ഉപരി ഇതിൽ നേരത്തെ ഇന്ത്യ തന്നെ നിർമ്മിച്ച ഫേസ്ഡ് അറേ റഡാറിന്റെ സ്ഥാനത്ത്
ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ അല്ലെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ സെൻസറുകളായി ഈ മിസൈലിന്റെ അഗ്രത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച ബാറ്ററിയിലും ഏസർ റഡാറുള്ള ഒരു ആകാശ് മിസൈൽ ബാറ്ററിയിൽ സ്വാഭാവികമായിട്ടും ഒരേ സമയം കൂടുതൽ ടാർഗറ്റുകളെ നേരിടാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇത് മാറി. അതായത് അതിന്റെ മെച്ചമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഡ്രോൺ സ്വാമുകളെ നേരിടാൻ ഇപ്പോൾ ആകാശ് മിസൈൽ, ആകാശ് NGയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ന്യൂ ജനറേഷന് സാധിക്കും. ഈ ആകാശ് NG അങ്ങനെ ഒരു കഴിവൂടെ അതിനിപ്പോ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആധുനിക കാലത്ത് യുദ്ധതന്ത്രങ്ങൾക്ക് അനുസൃതമായിട്ട് അതിന്റെ ആക്രമണ തന്ത്രങ്ങൾക്ക് അനുസൃതമായിട്ട് അതിന്റെ പ്രതിരോധ സംവിധാനവും മാറ്റി. ആ ഡ്രോൺ സ്വാമുകളാവട്ടെ, ലോയിറ്ററിംഗ് മ്യൂണീഷൻ ആവട്ടെ, അതായത് പിന്നെ സാധാരണ ഡ്രോണുകളാവട്ടെ, ഇനി അതല്ലെങ്കിൽ ക്രൂയിസ് മിസൈൽ ആവട്ടെ, എയർക്രാഫ്റ്റ് ആകട്ടെ, ഹെലികോപ്റ്റർ ആകട്ടെ, എല്ലാ തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെയും നേരിടാൻ ഈ ഒരു സംവിധാനത്തിന് ഇപ്പോ കഴിവുണ്ട്. ഇതാണ് ഈ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഇപ്പോൾ അതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചത്. UAE പോലുള്ള രാജ്യങ്ങള് ഇപ്പോൾ ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം അവരാവശ്യപ്പെടുന്നത് ഈ താഡിനും പേട്രിയോട്ടിനും ഇടയ്ക്കുള്ള, അതായത് ആ താഡിനും പേട്രിയോട്ടിനും, അത് താഡ് ബാലിസ്റ്റിക് മിസൈലുകളെയും പേട്രിയോട്ട് മറ്റ് ക്രൂയിസ് ഉൾപ്പെടെയുള്ള എല്ലാ മിസൈലുകളെയും നേരിടാനുള്ള ഒരു സംവിധാനമാണ്. അപ്പോ ഇതില് സ്വാമിങ് നടത്തുന്ന ഡ്രോണുകൾ ഇതിന് പലപ്പോഴും നേരിടുന്നതിൽ ഇത് പരാജയമാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഇപ്പൊ ആകാശ് അവര് ഉപയോഗിക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, അമേരിക്കൻ സിസ്റ്റവുമായിട്ട് ഇതിന് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റും എന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആകാശ് പല രീതിയിലും അത് മറ്റു പ്രതിരോധ സംവിധാനങ്ങളുമായിട്ട് സംയോജിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്. ഒന്നാമത്തേത്, അതിന് വില കുറവാണ്, അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, ഒരു യുദ്ധത്തിൽ അതിന്റെ കരുത്ത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, നിരന്തരമായിട്ടുള്ള അപ്ഗ്രഡേഷൻ നടക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്. അങ്ങനെ നിരവധി ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പല രാജ്യക്കാരും ഇപ്പോ ഈ ആകാശ് മിസൈൽ സിസ്റ്റം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതുകൂടാതെ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങള്, ബ്രസീൽ ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഗ്രീസ് ഇതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു, സൈപ്രസ് താല്പര്യം പ്രകടിപ്പിക്കുന്നു, ദക്ഷിണപൂർവ അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഇന്തോനേഷ്യ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ നിരവധി ഭാഗത്തു നിന്നും ഇന്ത്യക്ക് ഇതിന്റെ എൻക്വയറി വരുന്നുണ്ട്. എന്തായാലും ശരി, ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ ഒരു അതിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു നേട്ടമാണ്. നമ്മുടെ ഏറ്റവും ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള രാജേന്ദ്ര എന്നൊരു റഡാറുണ്ട്. ആ റഡാറിന്റെ ഒരു വലിയ മികവായിട്ടുകൂടിയാണ് ഇത് പ്രതിരോധ വിദഗ്ധർ കാണുന്നത്. ഇന്ത്യക്ക് റഡാറുകളുടെ കാര്യത്തിൽ ഇന്ത്യ അച്ചീവ് ചെയ്ത മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അതിന്റെ മികവായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം.